ഇത് കണ്ട നമ്മുടെ പോളക്കണ്ട നമ്മളിവിടുന്ന് അങ്ങോട്ട് മൂലംകുഴിയിൽ നിന്ന് പോളക്കണ്ട മാർക്കറ്റിന് അങ്ങോട്ട് പോണ വഴിയാണ്. ഇത് ഇവിടെ ഇന്നലെ ശരിയാക്കിയ വഴിയാണ്. ഇത് നോക്കിയേ, ഇത് അവര് വന്ന് കുത്തിപ്പൊളിക്കാൻ തുടങ്ങി. ഈ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിലുള്ളത് ഇത്ര നാളായിട്ട് ഈ സാധനം നമ്മൾ എന്തോരം ദുരിതമനുഭവിച്ചാണ് ഇവിടെ, അല്ലേ? എന്തോരം ദുരിതമനുഭവിച്ചാണ്. ഇത് ആരാണ് ചോദിക്കാനും പറയാനുള്ളത്? അല്ലേ, ഇത് ആര് ചോദിക്കാനും പറയാനുണ്ടാവോ? എന്തോരം ദുരിതം നമ്മൾ അനുഭവിച്ചു. നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് കരിവേലിപ്പടി വാട്ടർ അതോറിറ്റിയുടെ മുൻവശത്തുള്ള റോഡാണ്, RC റോഡാണ്. ഈ റോഡാണ് ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ടാർ ചെയ്യുന്നു. 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ തൊട്ടടുത്ത വാട്ടർ അതോറിറ്റിക്കാർ തന്നെ വന്ന് ഇവിടെ പിക്കാസ് വെച്ച് കുത്തി ഇളക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. എന്തായാലും ഇത് വലിയ ഒരു പ്രതിഷേധത്തിന് ഇടയാക്കി. പിന്നീട് ഇത് അവർ വീണ്ടും അതൊക്കെ ഇട്ട് ചവിട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടൊന്നുമല്ല. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഷാജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? ഞാൻ ഞായറാഴ്ച രാവിലെ ഒരു 9 മണിക്ക് ഇതിലെ കൂടി പോകുമ്പോൾ 9 മണിയായി ഇതിലെ കൂടി പോകുമ്പോൾ ടാർ ചെയ്തുള്ള റോഡ്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് കുത്തിപ്പൊളിക്കണം, മരത്തടിയൊക്കെ വെച്ചിട്ട് കുത്തിപ്പൊളിക്കണം. ഞാനപ്പോൾ തന്നെ നിങ്ങളോട് എന്ത് പണിയാണ് ഈ കാണിക്കണത്? ഇപ്പോൾ ടാർ ചെയ്തല്ലേ ഉള്ളൂ, ഇത്രയും ദിവസം നിങ്ങൾക്ക് ഉണ്ടായില്ല, നിങ്ങൾക്ക് അത് ചെയ്താൽ പോരെ. അത് അതിപ്പോൾ കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവിടത്തോളം പോയിട്ട് തിരിച്ച് ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഇവർ പിക്കാസിന് കൊത്തി തുടങ്ങി. ഞാനങ്ങനെ തന്നെ അവിടെ നിന്ന് കുറച്ചിങ്ങായിട്ട് പിന്നെ തിരിച്ചിങ്ങാട് വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഇതിങ്ങനെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞ് എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യണില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. എത്ര ദുരിതാനുഭവിച്ച് ഞങ്ങൾ ഈ വഴിയാത്ര ചെയ്ത്. ഞാൻ സ്ഥിരം പോണ റോഡാണിത്. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടാരം കിടന്നു വെച്ച്. ആ റോഡ് ഇത്ര നല്ല രീതിയിൽ ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയും ഭാഗം ഒഴിച്ചിട്ടേക്കണം. അപ്പോൾ അവർ പറഞ്ഞ് ഇത്രയും ഭാഗം ഒഴിച്ചിട്ടേക്കണേ ചേട്ടാ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നേരത്തെ ചെയ്യാൻ പാടില്ലേ, നിങ്ങളുടെ ബാധിക്കെ കിടക്കുന്നതല്ലേ, നിങ്ങൾക്ക് നേരത്തെ ചെയ്യാമല്ലോ. ടാർ ഇടുന്നേക്കുമ്പോൾ ഇന്നലെ ടാർ ചെയ്ത സാധനം ഇന്ന് രാവിലെ വന്ന് കുത്തിപ്പൊളിപ്പോൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യർക്ക് അതൊരു പ്രശ്നമല്ലേ. എന്താ വെച്ചാൽ ഞങ്ങളാണ് ഇതിനകത്തുകൂടി യാത്ര ചെയ്യണത്, വേറെ ആരും ഇല്ല. ഇവിടെ നിന്ന് ഓടുന്ന ആ അറ്റം തുടങ്ങി പോളക്കണ്ണം മാർക്കറ്റിന്റെ അപ്പുറം വരെ മൊത്തം കുഴിയായിരുന്നു. അപ്പോഴാണ് ഇവിടെ റോഡ് കുറെ നാളായിട്ട് ഇങ്ങനെ കുഴിയായിട്ട് കിടക്കണം. അപ്പോൾ ഇവിടെ പൈപ്പ് ലൈനൊക്കെ ഓടിച്ച് അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് ശരിയാക്കുമെന്ന് പറയും. ഈ ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർക്ക് നേരത്തെ അത് ചെയ്താൽ പോരെ? നമ്മളതാണ് ചോദിക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴല്ല, നല്ലപോലെ റോഡായി കഴിയുമ്പോഴല്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ റോഡുകളൊക്കെ ഇപ്പോൾ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കണേ. കുറേ കാലങ്ങളായിട്ട് കുത്തിപ്പൊളിച്ചിട്ടേക്കണ റോഡുകളൊക്കെ ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കണം. ആ റോഡ് തന്നെ പിന്നെയും കുത്തിപ്പൊളിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടമാണ്. ശരിക്കും നമ്മളിവിടുത്തെ ഒരു പൗരനല്ലേ, നമ്മളെപ്പോഴും വഴിയാത്ര നടക്കുന്ന സംഭവമാണ്. ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ എത്ര പിള്ളേരാണ്, സ്കൂൾ വിട്ട് പോകുന്ന പിള്ളേരും ഈ സൈക്കിളിന് പോകുന്ന പിള്ളേരും ഒരു സൈഡിൽ മാറി നിന്നിട്ടാണ് നിങ്ങൾ പോണത്. ഇത്ര നല്ല റോഡ് റെഡിയാക്കി വെച്ചിട്ട് പിന്നെയും കുത്തിപ്പൊളിച്ചാൽ നമ്മൾ എന്ത് പറയണം? വളരെ മോശമല്ലേ അത്. ഷാജി ഇത് പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ഫ്രെഡി മാനുവലാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലാണ് ഇത് വൈറലായത്. അതിനുശേഷം വലിയ പ്രതികരണമാണ് ഉണ്ടായത്. നല്ല പ്രതികരണമാണ് ഉണ്ടായത്. അതെ, നല്ല പ്രതികരണം. ഞാനിതിൽ എൻ്റെ കമ്പനി വണ്ടി വലിയ വണ്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പോവുകയും ചെയ്തു. ഷാജി അത് വീഡിയോ എടുത്തു. ഞാൻ ഷാജിനെ കോൺടാക്ട്, ഷാജി വീഡിയോ എനിക്ക് തന്നു. ഞാനപ്പോൾ തന്നെ അത് ഫേസ്ബുക്കിൽ ഇട്ടു. കാര്യം ഇതൊന്നും അറിയണം, നാട്ടുകാരൊന്നും അറിയട്ടെ. കാര്യം ഷാജിക്ക് അത്രയും ഇതുണ്ടാവില്ല ചിലപ്പോൾ ഇട്ട് ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ തന്നു, ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞു. ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടു. ഇപ്പോൾ അത് അത്യാവശ്യം എത്തേണ്ടടുത്ത് എത്തി, മിക്കടുത്തും അത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് കുത്തിപ്പൊളിക്കണോ കുഴപ്പമില്ല, പക്ഷെ ടാർ ചെയ്തതിൻ്റെ വിറ്റോസ് അത് കുത്തിപ്പൊളിക്കാന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി വേണ്ടേ മനുഷ്യന്? ഇത്ര നാൾ ഈ നാട്ടുകാർ പൊടിയിൽ നിന്ന് ജീവിച്ചവരാണ്. അത് പൊളിക്കുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അതെന്തോ ആകട്ടെ എന്ന് ഓർത്താണ് ഞാനത് ഫേസ്ബുക്കിൽ നാട്ടുകാർ അറിയട്ടെ എന്ന് ഓർത്തിട്ട് ഇട്ടതാണ്. ശേഷം ആരെങ്കിലും ബന്ധപ്പെട്ടോ? അല്ല, ആരും ഒന്നും വിളിച്ചില്ല. ഇപ്പോൾ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന്. ഇത് എന്നാണ് ഇത് ഇടിച്ചുറപ്പിച്ചത്? ഞായറാഴ്ച തന്നെ അവർ ചെയ്തിട്ട് പോയി. ഞായറാഴ്ച പിന്നെ അവർ കുത്തിപ്പൊളിച്ചല്ലോ അവർ. ഞാനത് പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഒരു 10 മണിയായപ്പോൾ ഞാൻ തിരിച്ച് പോകുമ്പോഴത്തേക്കും ഈ സാധനം അവരത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. മറ്റേത് കുത്തിപ്പൊളിക്കണ ഞാൻ ആ വീഡിയോയിൽ കണ്ടല്ലോ. ആ വീഡിയോയിൽ കുത്തിപ്പൊളിക്കണ കണ്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഇട്ടിട്ട് അത് പോയി. അതങ്ങനെ പോയിട്ട് എന്നാൽ ചെയ്യണില്ലെന്നും പറഞ്ഞ് പോയി. ഞാൻ അപ്പോഴും ചോദിച്ചു, നിങ്ങൾക്കൊരു മര്യാദയില്ല, നിങ്ങൾ ഇവിടെ യാത്രക്കാരല്ലേ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഞങ്ങൾക്ക് പണിയെടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾ പണിയെടുത്തോ, പക്ഷെ ഇത്ര നല്ല ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ അത് കുത്തിപ്പൊളിക്കണമെന്ന് മാത്രമേ ചോദിച്ചു. ഞാനങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പം ഞാനത് ഇട്ട് കൊടുത്തപ്പോൾ ഇവരെന്തെടുത്ത് ഫേസ്ബുക്കിലും ഇട്ട്. ഫേസ്ബുക്കിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ 2-3 പേര് വിളിച്ചിട്ടും പറയുക നിന്റെ സൗണ്ടുകളൊക്കെ കേൾക്കണത്. ഞാൻ പറയും എന്താ കാര്യം? ഫേസ്ബുക്കിൽ ഭയങ്കര വൈറലായിരിക്കണ
ഞാൻ എൻ്റെ പൊന്നു സുഹൃത്ത് ഞാനല്ല ഫേസ്ബുക്കിലൊന്നും ഇട്ടത്, ഞാൻ എൻ്റെ ഫ്രണ്ടിന് മാത്രമേ ഇട്ടുള്ളൂ. ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിനും ഇട്ടുണ്ടായിരുന്നു. അവനാണ് അടുത്ത് ഇത് ഫേസ്ബുക്കിൽ ഇട്ടത്. അത്ര ഉള്ളെന്ന് പറഞ്ഞു. സമീപവാസികൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത്ര നാൾ ഈ റോഡ് പൊളിഞ്ഞിടക്കണേന്ന്, അപ്പൊ അത് വാട്ടർ അതോറിറ്റിക്ക് അത് ചെയ്യേണ്ടി വന്നില്ല. റോഡ് ടാർ ചെയ്യാൻ വെച്ചിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പൊളിക്കാൻ വന്ന് വിഷയം നാട്ടുകാരൊക്കെ ഇടപെട്ടപ്പോൾ അത് മാറ്റി അവര് പയ്യെ തടി വെട്ടോക്കി വരും സ്കൂട്ടായവര്. ഇതാണ് ഇവിടെ നടന്നത്. 6 മണിക്ക് കീലിട്ട് രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോണേ, പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇവിടെ കുത്തിപ്പൊളിക്കണം. അവിടുന്ന് ഓട്ടോറിക്ഷക്കാരും എല്ലാവരും കൂടി വന്നിട്ട് വന്നപ്പോൾ അവര് പോയി കളഞ്ഞു. അങ്ങനെ ചെയ്ത ഇതിപ്പോ പൈപ്പിന്റെ ഇതിന് കുത്തിപ്പൊളിക്കുമ്പോൾ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ്. പൊടി എത്ര 2-3 ആഴ്ചയിലെ പൊടി വീട്ടിലൊക്കെ നിറച്ച് പൊടിയാണ്. നമുക്ക് കിടക്കാൻ പറ്റുന്നുണ്ടായില്ല. അനുഭവിക്കണവർക്കല്ലേ അറിയുള്ളൂ. പിന്നെ ഇത് കണ്ടില്ലേ എന്തായിരുന്നു, ഈ റോഡ് സൈഡിലുള്ള ഒരു കടക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നമ്മ വാതിലടിച്ച് അടുക്കളയൊക്കെ പൂട്ടിയിട്ടാണ് ഇരിക്കണത്. അങ്ങനെ ആയിരുന്നു. പിന്നെ നന്നാക്കിയപ്പോൾ ഒരു ആശ്വാസം കൊണ്ട് പോണായിരുന്നു. തിരിച്ചു വന്നപ്പോൾ കുത്തിപ്പൊളിക്കണം. എന്താ പിക്കാസ് വെച്ചിട്ട് ഓട്ടോറിക്ഷക്കാരെ വന്നത് കൊണ്ടിട്ട് രക്ഷപ്പെട്ടു. അല്ലെ പിന്നെ എന്ത് കാണിക്കും. എന്തായാലും വാട്ടർ അതോറിറ്റിക്കാർ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. എവിടെയാണോ റോഡ് ടാർ ചെയ്യുന്നത് ആ റോഡ് ടാർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് അവിടെ കുഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഈ റോഡ് ടാർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്തെങ്കിലും പണി ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ അത് റോഡ് ടാറിങ്ങിന് തൊട്ട് മുമ്പ് തന്നെ അവർക്ക് ചെയ്ത് തീർക്കാവുന്നതാണ്. ഇത് ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ രാവിലെ അവർ 6 മണിയായപ്പോൾ ഇവിടെ ടാറിങ് നടക്കുന്നത് കണ്ടു. പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ പിക്കാസ് വെച്ച് കുത്തിപ്പൊളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നികുതി പണമാണ്, അത് നമ്മുടേത് കൂടിയാണ്. അതിങ്ങനെ നശിപ്പിച്ച് കളയുന്നത് ശരിയല്ല. എന്തായാലും ഈ പ്രതികരിച്ച ചേട്ടന്മാർക്ക് ഒരു വലിയ കയ്യടി കൊടുക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ ഇടപെടണം. ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മൊബൈൽ ഫോണുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരാണ്. അവരത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ വലിയ ചർച്ചയാകും, അതിന് പരിഹാരമുണ്ടാകും. എന്തായാലും അവർ പിന്നീട് ഈ കുത്തിപ്പൊളിക്കലൊക്കെ നിർത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ സാധാരണ ഈ തടിയൊക്കെ വെച്ച് എന്തോ ഇടിച്ചുറപ്പിച്ചേക്കുവാണ്. വലിയ വാഹനങ്ങളൊക്കെ പോകുന്ന സ്ഥലമാണ്. ഇനിയും ഇത് ഇളകിപ്പോയി കഴിഞ്ഞാൽ ഈ റോഡ് മുഴുവനും തകർന്നു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എത്രയും വേഗം തന്നെ അധികൃതർ വീണ്ടും ഇത് പൊളിച്ച് പഴയ രീതിയിൽ, അതായത് ടാർ ചെയ്ത രീതിയിൽ തന്നെ ടാർ ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഇത് നിലനിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.